Hi traders, welcome back to Market Viewers. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 16/5/2025 വെള്ളിയാഴ്ച 25,013 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,005 എന്ന ലെവലിലാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ, അതായത് 1 മിനിറ്റിൽ പരിശോധിക്കുമ്പോൾ ആദ്യമേ തന്നെ ഓപ്പൺ ആയതിനു ശേഷം വളരെ പെട്ടെന്ന് ഒരു അപ്പ് മൂവ് കിട്ടിയെങ്കിലും അവിടെ നിന്നും സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, കാര്യമായ ഒരു ഗ്യാപ്പ് അപ്പ് ഒന്നുമില്ലാതെ ഇതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന് കരുതി നിന്ന ഏതൊരാൾക്കും ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 1 മിനിറ്റിൽ വന്ന് ആ ഒരു 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗ്രാജുവലി ചെറിയ ടൈം ഫ്രെയിമിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ആ തരത്തിൽ 1 മിനിറ്റിൽ പ്രൈസ് നിന്നപ്പോൾ പിന്നീടുള്ള ഒരു മൂവ്മെൻറ്റ് അപ്വേർഡ് ആയിരുന്നു. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതി കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്കും ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് പോകാതെ അവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവ് ആവുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടിൽ വന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കൃത്യമായി ട്രേഡ് ചെയ്തവരുണ്ട്. കൃത്യമായി P&Lകൾ നമ്മൾ പബ്ലിക് ചാനലിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് പ്രൈസ് ഓവർ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. എങ്കിലും കൃത്യമായ ഒരു ഡയറക്ഷൻ പുതിയ ഡേയ്സ് ഹൈ രേഖപ്പെടുത്തിയെങ്കിൽ പോലും അവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ ആവുന്നു. ഇവിടെ നിന്നും വീണ്ടും സെല്ലിങ്. എന്നാൽ ഇത്തരത്തിൽ ഒരു പുതിയ ഹൈ തന്നതിന് ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്പോൾ ഡയറക്ഷൻ നൽകിയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം എന്നാണ്. അത്തരത്തിൽ ഇവിടെ നിന്നും വീണ്ടും ബൈ ചെയ്ത് തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ടുകളെ സ്റ്റോപ്പ് ലോസുകളായി കണക്കാക്കി അപ്പോൾ ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ലഭിക്കേണ്ടതാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ പ്രൈസ് റിവേഴ്സ് ആയി എന്നുള്ളതാണ്. വീണ്ടും നമ്മളുടെ പ്രധാന സപ്പോർട്ട് ലെവലിലോട്ടെത്തി ഉയർന്നു, സെല്ലേഴ്സ് ആക്റ്റീവായി. തുടർന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ലഭിച്ച ഒരു ട്രേഡിംഗ് അവസരങ്ങൾ. കൃത്യമായി നോക്കി ചാർട്ട് അനലൈസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒരു ഗെയിം പോലെ തന്നെ ആസ്വാദികരമായ ട്രേഡിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭിച്ചത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 150 പോയിന്റിൽ താഴെ മൂവ്മെൻറ്റ് മാത്രമേ നമുക്ക് ഇന്നും നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുള്ളൂ. ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 24,926 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതവിടെ പ്രൈസ് ക്ലോസ് ചെയ്തുകൊണ്ടാണ്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടായി 24,847 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന ലെവൽ തന്നെ 25,416 എന്ന ലെവലാണ്. ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് 25,030 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് മാത്രമാണ്. ബാക്കി ലെവലുകൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 25,030 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അവ സ്റ്റോപ്പ് ലോസായി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,847 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. 55,365 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 55,272 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു മൈനർ സപ്പോർട്ട് തൊട്ടു താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
പ്രധാന റെസിസ്റ്റൻസായി വരാൻ സാധ്യത 55,908 എന്ന ലെവലാണ്. അത് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലാണ്. ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള 55,601, 715 എന്ന ലെവലുകളാണ് അതിനിടയിലുള്ള മൈനർ റെസിസ്റ്റൻസ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടത് 55,601 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് പ്രധാനമായും ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ പോലും വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ടത് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് ലെവലുകളിലേക്ക് പ്രൈസ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. 82,020 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ സെൻസെക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 81,964 എന്ന് പറയുന്ന ഇന്നത്തെ ഡേയ്സ് ലോ ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 82,427, 719, 83,259 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകൾ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസുകൾ മുകളിലുള്ള ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടത് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ് എങ്കിൽ ഗുണകരമാണ് എന്നാണ് നിങ്ങളുടെ ഒരു തിരിച്ചറിവ് എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കരുതുന്നവർക്ക് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് വോയിസ് മെസ്സേജിലൂടെ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ നിരീക്ഷണത്തിൽ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമാണെന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്